ഇവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. കാവുള്ളക്കണ്ടിയിൽ മടപ്ലാശ്ശേരി കാവിൻ്റെ അടുത്ത് നിന്നൊരു പയ്യൻ ആ മുത്തശ്ശിയെ കണ്ടെന്നും അതിനുശേഷം അവൻ പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ച് മരിച്ചു. ചെറുപ്പത്തിൽ എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മടപ്ലാശ്ശേരി കൊടിയേറ്റത്തിൻ്റെ അന്ന് ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. ഒരു പ്രായമായ മുത്തശ്ശി നമ്മുടെ തൊട്ടപ്പുറത്ത് കാവുള്ളക്കണ്ടി. എന്താ മുത്തശ്ശി, എന്ത് പറ്റി? ആ മുത്തശ്ശി എന്ന ജിലേബിയാ, നല്ല മധുരം. ഏത് മുത്തശ്ശി? എടാ ഞാനിപ്പോ പോയില്ലേ? അതെ, അജുവെക്കിനെ വന്ന് ഈ പേട് പോയതാ. പ്രാന്താണക്ക്. എടാ അവരെന്റെ പിന്നാലെണ്ടടാ. ആര്? അതിന് സാധാ കോലമല്ല, ഭൂമാക്കോലാണ്. വിളവ് ലഭിക്കാത്ത കൃഷിഭൂമികൾ വേഗം വിറ്റുപോകാൻ വേണ്ടി ദുർമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു കൂട്ടം വൃദ്ധകൾ അവരുടെ മുടിനാരുകൊണ്ട് കോലപ്പാട്ട് പാടി ഉണ്ടാക്കിയെടുക്കുന്ന കോലങ്ങളാണ് ഭൂമക്കോലങ്ങൾ. ഈ ഭൂമക്കോലം വഴി സ്ഥലം വിൽപ്പനയായാൽ ആ ഉടമസ്ഥന് കിട്ടുന്ന പണത്തിൻ്റെ പങ്ക് കോലം ഉണ്ടാക്കിയവർക്കും കൊടുക്കണം. ആ നിബന്ധനയിലാണ് കോലം അവറ്റകൾ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ അങ്ങനെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ കോലത്തിൻ്റെ പരിധിയിലാകും ഈ സ്ഥലം. പിന്നെ മുതൽ മനുഷ്യനായാലും മൃഗമായാലും ആ വഴിക്ക് പോകുന്ന ജീവനുള്ള എന്തായാലും വയലിലേക്ക് ഇറങ്ങിയാൽ കോലം അടിക്കും. ബാധയേറ്റ പോലെ സ്വയം ആത്മഹത്യ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കണ്ടാലൊരു കോലം, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളത് രക്ഷസാണ്. നമ്മൾ ഈ കോലം അവിടെ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നത് വരെ നിങ്ങളാരും മുറുക്കാൻ തുപ്പാൻ പാടില്ല വായന. നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഞാനിതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ടിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് കാണാത്തൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നാട്ടുകാർ ശവപ്പറമ്പെന്ന് വിളിക്കുന്നൊരു പറമ്പുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ മാത്രമല്ല, ഇതിനടുത്തുള്ള നാടുകളിലും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അബ്നോർമലായിട്ട് മരിക്കുന്ന എല്ലാവരും പറമ്പത്തിന് അടക്കി തുടങ്ങി. ഒരു സമയം കഴിഞ്ഞതോടെ ആരെയും അടക്കാതായി. കാരണം അബ്നോർമലായിട്ട് മരിക്കുന്നവരുടെ നല്ലപോലെ കുറഞ്ഞു. കൊല്ലങ്ങൾ കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി. 2 കള്ളന്മാർ ഇവിടുത്തെ 3 അമ്പലങ്ങളിൽ തിരുവാഭരണം മോഷ്ടിച്ചു. കുളിച്ചിട്ട സ്ഥലത്ത് മണ്ണ് മാറ്റി വന്നു. കുഴിമാന്തിവ ഞെട്ടി. തിരുവാഭരണത്തെ വരെ കുഴി കിടക്കുന്നത് തൻ്റെ കൂട്ടാളിയുടെ അഴുകി തുടങ്ങിയ ശരി. പേടിച്ച കള്ളന് മിണ്ടാൻ പറ്റാതായി പോയി. ഞാൻ വീണ്ടും പുറത്തിറങ്ങേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ആ പറമ്പിൻ്റെ അടുത്തൂടെ പോകേണ്ടി വരുന്നു. ശരിക്കും ഈ പറമ്പിനെ പറ്റി അങ്ങനെ പറയാൻ കൊള്ളുന്ന ആ പൂമ്പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പാവം ഭൂതം. നമ്മുടെ നങ്ങേലി മുത്തശ്ശിയുടെ ചെറുപ്പകാലമായിരുന്നു അത്. ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി നങ്ങേലി അമ്മയ്ക്കൊരു പൊന്നുണ്ണി പിറന്ന കാലം. ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ ഉണ്ണി അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാൻ പ്രായമായി. അങ്ങനെ ഒരു നാൾ ഭൂതമുണ്ണിയെ കാണാനിടയായി. അതാണ് അവിടുത്തെ മിസ്റ്ററി. അവിടുന്ന് കുട്ടികൾ മിസ്സിംഗ് ആവുന്നുണ്ട്, അതുപോലെ തിരികെ വരുന്നുണ്ട്. പക്ഷെ അവരെവിടെ ആയിരുന്നോ, അവർക്ക് എന്തു പറ്റിയെന്നോ അവർക്ക് പോലും ഓർമ്മയില്ല. പിന്നെന്താ അവിടെ നടക്കുന്നത്? ഉണ്ണിയെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ചതിന് ശേഷം നങ്ങേലി അമ്മയ്ക്ക് തിരികെ നൽകി. തുടർന്ന് കാഴ്ച തിരികെ നൽകി ആ അമ്മയോടായ ഭൂതം 2 വരങ്ങൾ ചോദിച്ചു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന വിശേഷ നാള് ഇതാണോ മന? അതങ്ങനെയൊന്നും കഴിയില്ല മോളെ. നിങ്ങൾക്കറിയോ, ഇന്നലെ അവിടെ ഒരു കുട്ടി മിസ്സിംഗ് ആണ്. പത്തിരിയുടെ ഉണ്ടാവില്ലെന്നാണല്ലോ പുറത്ത് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. ഇവിടെ നിങ്ങൾ കേൾക്കുന്നതല്ല, കാണുന്നതാ സത്യം. ഇപ്പം ഏതാണ്ട് 30 വർഷത്തോളമായി പാരാസൈക്കോളജിയിൽ റിസർച്ച് നടത്തുന്നു. ആ പയ്യൻ വളരെ മോശമായ കണ്ടീഷനിലായിരുന്നു. ദൈനംദിന സംഭവങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ചില ചലനങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നവരില്ല.
ബാഹ്യമായ ഒരു എൻറ്റിറ്റി ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതിന് തെളിവുകളില്ല. ബാധ കയറി എന്ന് പറയപ്പെടുന്ന ആ പയ്യനിൽ ഡോക്ടർമാർ സ്കീസോഫ്രീനിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ് ഞാൻ പ്രധാനമായും ഗവേഷണം നടത്തി വരുന്നത്. അശ്വിൻ്റെ മരണശേഷം പലരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ രാത്രി അലറുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. എന്തെങ്കിലും കണ്ടതുകൊണ്ടോ അവർ മരിച്ചുപോയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു സൈക്കിക് ഫീൽഡ് അവിടെ രൂപപ്പെട്ടാലും മതി. എന്നോട് നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. പോവാം. ജിയയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. എന്ത് പ്രശ്നങ്ങൾ? നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. ഈ വീട് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാത്. ഇവിടെ ചെടി നനയ്ക്കാനായി എന്നും വരാറുണ്ട്. അച്ഛൻ പറഞ്ഞു തന്ന കുറേ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എന്തോ സത്യമുണ്ട്. എന്ത് കഥ? പണ്ട് പണ്ട് ഈ ദേശത്തിൻ്റെ തെക്കേക്കരയിൽ ഭഗവതിയും വടക്കേക്കരയിൽ മാടൻ തമ്പുരാനും ആണിരുന്ന കാലം. രാജഭരണകാലം തൊട്ട് ചെയ്തു വരുന്ന ആചാരത്തിന് വീണ്ടും മുടക്കം വന്നു. ആ വർഷം മുതൽ അതുവരെ കാവലായി നിന്നിരുന്ന മാടൻ ദേശക്കാർക്കൊരു ഉപദ്രവമായി മാറി. ഈ വിളക്കോ? പണ്ട് ഉത്സവ സമയം ബലി കൊടുക്കാനുള്ള കാളയുടെ കെട്ടഴിച്ച് കൊണ്ടുപോകുന്ന വെളിച്ചപ്പാട് ഈ വിളക്ക് കത്തിക്കും. മാടന്തറയിൽ കൊണ്ടുപോയി ബലി നടത്തിയതിനു ശേഷം ഈ വിളക്ക് തന്നെ അണയുന്ന വിശ്വാസം. ഓരോരോ കഥകളെ. എത്ര നേരം വിളിക്കണേ? എവിടെ എത്തി നിങ്ങള്? ഇത് പോണ്ടേ? പുറത്തുണ്ടാ, ഇറങ്ങി വാ. എടാ ഒന്ന് ബാക്ക് നോക്കിയോടാ. അവിടെ എന്തോ എന്തോ കണ്ട പോലെ. അതൊന്നും നോക്കണ്ട, നീ വണ്ടി എടുത്തേ. എൻ്റെ നാട്ടിൽ പ്രേതശല്യം കൊണ്ട് പൂട്ടിപ്പോയൊരു റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ വരനേട്ടം വിശ്വസിക്കുമോ? അധികം തിരക്കില്ലാത്തൊരു ദിവസം രാത്രി അവിടെ വൈകി എത്തിയൊരു പെൺകുട്ടിയെ സ്റ്റേഷനടുത്തുള്ള കാട്ടിൽ വെച്ച് 2-3 പേര് ചേർന്ന് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. പിടിക്കപ്പെടാതിരിക്കാൻ അവളുടെ ബോഡി അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു. പിറ്റേന്ന് തലയറ്റ അവളുടെ ശരീരമാണ് കിട്ടിയത്. പലരും കണ്ടിട്ടുണ്ട് അവളുടെ അലഞ്ഞു തിരി നടക്കുന്ന പ്രേതത്തെ. പിന്നെ പ്രേതം, നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാടാ വിഷ്ണു ജീവിക്കുന്നേ? പ്രേതം പോലും. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ഇന്ന് രാത്രി 1 മണിക്കൂർ ചേട്ടൻ അവിടെ പോയിരിക്കും. അവളുടെ തലയിട്ട് ശരീരം അങ്ങനെ അരയ്ക്ക് താഴോട്ടൊന്നും ഇല്ലായിരുന്നടാ. അരയ്ക്ക് താഴെയില്ലാത്ത കളവ് നിന്നെ കാണാമോ? ചെന്നൈയിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കമ്പനി
നല്ല ശമ്പളം, എന്നിട്ട് അവസാനം നമുക്ക് താമസിക്കുന്നത് സ്ഥലം കണ്ട. ഇവിടെ ഒരു വിളി കേട്ടാൽ പോലും ഓടി വരെ ഒറ്റ മനുഷ്യന്മാരില്ല. രാവിലെ ആ കോലത്തിനെ കണ്ടപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി പേടിച്ച് നിലവിളിച്ചു. എന്ന് വെച്ച് ഞാൻ മനക്കരുത്തില്ലാത്തൊരു പേടത്തൊണ്ടാണെന്ന് നീയൊക്കെ കരുതരുത്. ഞാൻ இந்த வேலைக்கு வரல சார். അതെന്താ? அது வந்து ഞാൻ അന്ന് പുറത്ത് വെച്ച ഒരാളെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ആളെ കണ്ടാ ഞാൻ ഇന്ന് ഫോട്ടോയിൽ കണ്ടു. ഈ വീടിന് കഥ പറയാനുള്ളതിൽ തോന്നിയിട്ടില്ല.